പേഷ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ പറ്റി പറയാറുണ്ട്. അല്ലെങ്കിൽ സെർവിക്സിലെ ക്യാൻസർ അറിയാനായിട്ട് നമുക്ക് സ്ക്രീനിങ് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ഓവറിയിലെ ക്യാൻസർ അറിയാനായിട്ട് നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ടോ? എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓവേറിയൻ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഭയങ്കര നോൺ സ്പെസിഫിക് ആണ്. ചിലർക്ക് വയറിങ്ങനെ വീർത്തു നിൽക്കുന്നത് പോലെ തോന്നിയേക്കാം. ചിലർക്ക് ചെറിയ പരിങ്ങി പരിങ്ങിയുള്ള വേദനയായിരിക്കും. ചെറിയ ലക്ഷണങ്ങളെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ യൂഷ്വലി പേഷ്യന്റിനോട് പറയാ എന്താച്ചാ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മുമ്പ് ഓവറിയിലെ ക്യാൻസറോ ബ്രസ്റ്റിലോ അല്ലെങ്കിൽ ഇൻറ്റെസ്റ്റൈനിലോ ക്യാൻസേഴ്സ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് യൂട്രസ് ഓവറി ഒന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നോക്കുക. അതുപോലെ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു ഓവേറിയൻ സിസ്റ്റം ഉണ്ട്. അത് തന്നെ താനേ പോകുന്നില്ല എങ്കിൽ ഒരു 6 മാസമോ 1 വർഷമോ കൂടുമ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എന്തായി, ഇപ്പം അത് വലുതാവുന്നുണ്ടോ എന്നൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സാധാരണ ട്രാൻസ് വെജൈനൽ സ്കാൻ നമ്മുടെ റെഗുലർ ആയിട്ട് ഗൈനക്കോളജിയിൽ എടുക്കുന്ന സ്കാൻ മാത്രം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഓവറിയിൽ ഗ്രോത്ത് ഉണ്ടോ, എന്ത് തരം ഗ്രോത്ത് ആണെന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇറഗുലർ ആയിട്ട് ബ്ലീഡിങ്ങോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുക്കാൻ സജസ്റ്റ് ചെയ്താൽ മാത്രം മതി.